നമസ്കാരം. NGS ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 2 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ HEL എന്ന പേരിൽ അറിയപ്പെടുന്ന പേപ്പറിന്റെ സെമസ്റ്റർ 2 മൊഡ്യൂൾ 1 ചാപ്റ്റർ 2 ആ ടോപ്പിക്കിലെ ജോൺ ഡ്രൈഡൻ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ സബ് ടോപ്പിക്കായിട്ട് ജോൺ ഡ്രൈഡനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. The Restoration Age was also called as the Age of Dryden. He laid the foundation for the neoclassical or the correct school of poetry, which is later perfected by Alexander Pope. His correct school looked up to the Latin classics as models and took great care in poetic forms and techniques. അപ്പോൾ നമ്മുടെ ജോൺ ഡ്രൈഡൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ റെസ്റ്റോറേഷൻ പോയട്രി അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ ഏജിന്റെ ലിറ്ററേച്ചറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി ഏജ് ഓഫ് ഡ്രൈഡൻ. കാരണം ജോൺ ഡ്രൈഡൻ ആയിരുന്നു ആ ഏജിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിന്നിരുന്നത്. And he laid the foundation for the neoclassical or the correct school of poetry, which is later perfected by Alexander Pope. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നിയോ ക്ലാസിക്കൽ പോയട്രി നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് നിയോ ക്ലാസിക്കൽ പോയട്രി എന്ന്. സോ ഈ ഒരു നിയോ ക്ലാസിക്കൽ പോയട്രി എന്ന് പറയുന്ന പോയട്രിയുടെ പുതിയൊരു ജനറയ്ക്ക് തന്നെ ഫൗണ്ടേഷൻ കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? നമ്മുടെ ജോൺ ഡ്രൈഡൻ ആണ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 17th century. And according to him, this correct school of poetry, which is called as the neoclassical school of poetry, looked up to the Latin classics as models and took great care in the poetic forms and techniques. അപ്പൊ അതെന്ത് ചെയ്തു? പണ്ട് കാലത്തുണ്ട് അല്ലെങ്കിൽ ആ ക്ലാസിക് പോയറ്റിക് ഫോംസിനെ മോഡലായിട്ട് സ്വീകരിച്ചിട്ട് അത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിക് പോയട്രിയിലുള്ള റൂൾസിനും അല്ലെങ്കിൽ അതിന്റെ രീതികളൊക്കെ എന്ത് ചെയ്തു? ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് കെയർ കൊടുത്തുകൊണ്ടാണ് ഏത് എഴുതുന്നത്? നിയോ ക്ലാസിക്കൽ പോയട്രി ഉണ്ടാകുന്നത്. His literary career started on a poetic note that temporarily ended with Annus Mirabilis in 1667, which gave an account to the Great Fire of London. അപ്പൊ ലണ്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഹിസ്റ്ററിയിലെ ഒരു ഗ്രേറ്റ് ഇൻസിഡന്റ് ആണ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റ്. സോ ആ ഒരു ഇൻസിഡന്റിനെ മെൻഷൻ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ആനസ് മിറാബിലസ് എന്ന് പറയുന്ന വർക്ക് 1667 പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് സിഗ്നിഫിക്കന്റ് ആണ്, കാരണം ഈ ഒരു വർക്കിന് ശേഷം അദ്ദേഹം ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. പോയട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കവിത രചനയിൽ നിന്നും ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് ജോൺ ഡ്രൈഡൻ. ഹി ദെൻ കോൺസെൻട്രേറ്റഡ് ഓൺ റൈറ്റിംഗ് പ്ലേസ് ഫോർ 15 years ഫ്രം 1667 to 1618. അപ്പൊ കുറെ നാളത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ പ്ലേ റൈറ്റ് ആയിട്ട് നിന്നു. പോയട്രി തൽക്കാലം നിർത്തിവെച്ചിട്ട് പ്ലേസ് എഴുതാനായിട്ട് തുടങ്ങി. But the political events of the years to come made him take up the poetic medium once again with his forceful satire. But എന്ത് ചെയ്തു? ആ ഒരു സമയത്തുണ്ടായ പൊളിറ്റിക്കൽ ഇവന്റ്സ് നമ്മൾ പറഞ്ഞു, ആ ഒരു രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. പുതുതായിട്ട് കിങ് തിരിച്ചു വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ കൊണ്ട് വീണ്ടും പോയട്രിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ആൻഡ് ദിസ് ടൈം he took up the forceful satire as his poetic medium. Satire ആണ് അദ്ദേഹം പോയട്രി എഴുതാനായിട്ട് ഉപയോഗിച്ച മീഡിയം. Dryden punctuated his poetic career with critical essays incorporated in the dedications and prefaces. His prose style was direct and lucid. അദ്ദേഹത്തിന്റെ പ്രോസ് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു? അതെല്ലാം ഡയറക്റ്റ് ആയിരുന്നു, എല്ലാം സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് വായിച്ചു തുടങ്ങിയാൽ മനസ്സിലാകുന്ന രീതിയിൽ ഡയറക്റ്റ് ആൻഡ് ലൂസിഡ് ആയിട്ടുള്ള സ്റ്റൈലായിരുന്നു ഏത് അദ്ദേഹത്തിന്റെ പ്രോസ് എല്ലാം എഴുതിയിരുന്നത്. ആൻഡ് ഇനി അദ്ദേഹത്തിന്റെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞ വർക്ക് ആനസ് മിറാബിലസ് എന്ന് പറയുന്ന വർക്ക് 1667 പബ്ലിഷ് ചെയ്തത്, which gives an account of the Great Fire of London and also is the last poem before he turned his attention to drama. അദ്ദേഹം ഡ്രാമയിലേക്ക് തിരിയുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പോയമാണ് ആനസ് മിറാബിലസ്. And his famous poet rest upon 4 satirical poems. നമ്മൾ പറഞ്ഞു ഡ്രാമ 15 വർഷത്തോളം ഡ്രാമയിൽ നോക്കി ഫോക്കസ് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് പോയട്രിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം സറ്റയർ ആണ് അദ്ദേഹത്തിന്റെ മെയിൻ ഡ്രാമാറ്റിക് സിസ്റ്റമായിട്ട് യൂസ് ചെയ്തത്. സോ അദ്ദേഹത്തിന് ആ ഒരു പോയറ്റ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തി 4 സറ്റാരിക്കൽ പോയംസിനകത്താണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ അബ്സലം ആൻഡ് അക്കിറ്റോഫൽ പബ്ലിഷ്ഡ് ഇൻ 1691, which is a political satire and allegory in heroic couplet against the Duke of Monmouth and the Earl of Shaftesbury. Second one, The Medal, 1692, which is a political satire on the Earl of Shaftesbury. And this work provoked his opponent Thomas Shadwell to write The Medal of John Bass, answered by Mac Flecknoe.
അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു, അബ്സലം ആൻഡ് അക്കിറ്റോഫൽ എന്ന് പറയുന്ന ഒരു വർക്ക് 1691 എഴുതി. ഈ ഒരു വർക്ക് എന്തായിരുന്നു, ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു, അറ്റാക്കിംഗ് ഡ്യൂക്ക് ഓഫ് മൺമൗത്ത് ആൻഡ് ഏൾ ഓഫ് ഷാസ്ബറി. ഈ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു നമ്മുടെ അബ്സലം ആൻഡ് അക്കിറ്റോഫൽ എന്ന് പറയുന്ന വർക്ക്. ഇനി ആ ഒരു വർക്കിന് ശേഷം തൊട്ടടുത്ത വർഷം അദ്ദേഹം എന്ത് ചെയ്തു, ഏൾ ഓഫ് ഷാഫ്സ്ബറിയെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു വർക്ക് എഴുതി, ദ മെഡാൽ എന്ന് പറഞ്ഞിട്ട് 1692 പബ്ലിഷ് ചെയ്തു. ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തപ്പോ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ജോൺ ഡ്രൈഡന്റെ ഒപ്പോണന്റ് റൈറ്റർ ആയിട്ടുള്ള തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന റൈറ്ററിനെ ഇത് പ്രൊവോക്ക് ചെയ്തു. അപ്പോ ഈ ഒരു ദ മെഡൽ എന്നുള്ള വർക്കിനെ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ ആയിക്കൊണ്ട് തോമസ് ഷാഡ്വെൽ എന്ത് ചെയ്തു, ദ മെഡാൽ ഓഫ് ജോൺ ബേസ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതി. ഈ ദ മെഡാൽ ഓഫ് ജോൺ ബേസ് എന്ന് പറയുന്ന തോമസ് ഷാഡ്വെലിന്റെ വർക്കിന് തിരിച്ചൊരു റിയാക്ഷൻ ആയിട്ട് ഡ്രൈഡൻ എഴുതുന്ന വർക്കാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സറ്റയർ ആയിട്ടുള്ള മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്ക്. സോ അദ്ദേഹത്തിന്റെ തേർഡ് സറ്റയർ ഈസ് മാക് ഫ്ലെക്നോ 1682 പബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സറ്റയർ അപ്പോൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് ടി.എസ്. ഇറ്റ് ഈസ് എ മോക്ക് ഹീറോയിക് പോയം. അപ്പൊ നമ്മുടെ മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്ക് ഏത് പേരിലും അറിയപ്പെടാറുണ്ട്, എ സറ്റയർ അപ്പോൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് ടി.എസ് എന്നും അറിയപ്പെടാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ മോക്ക് ഹീറോയിക് പോയം. The poem is an attack on Thomas Shadwell, a well-known playwright and an indifferent poet. The Dryden portrays Shadwell as Mac, or the son of Flecknoe, which is Richard Flecknoe, having been an even less accomplished poet than Shadwell. He is the dullest son of Flecknoe who never deviates into sense. അപ്പൊ ഈ ഒരു പോയത്തിൽ എന്താണ് പറയുന്നത്, നമ്മുടെ തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന വ്യക്തി, തോമസ് ഷാഡ്വെൽ ജോൺ ഡ്രൈഡന്റെ ഒപ്പോണന്റ് ആണ്. അദ്ദേഹം വെൽ നോൺ പ്ലേ റൈറ്റ് ആൻഡ് എ പോയറ്റ് ആണ്. ഈ തോമസ് ഷാഡ്വെലിനേക്കാളും ലെസ് പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് ആര്, റിച്ചാർഡ് ഫ്ലെക്നോ എന്ന് പറയുന്ന റൈറ്റർ. അപ്പോ മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്കിൽ മാക് എന്ന് വെച്ചാൽ അതിനർത്ഥം ദ സൺ ഓഫ് എന്നാണ്. സോ മാക് ഫ്ലെക്നോ മീൻസ് ദ സൺ ഓഫ് ഫ്ലെക്നോ, വിച്ച് ഈസ് റിച്ചാർഡ് ഫ്ലെക്നോ. ദ സൺ ഓഫ് റിച്ചാർഡ് ഫ്ലെക്നോ എന്നാണ് മാക് ഫ്ലെക്നോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സൺ ഓഫ് റിച്ചാർഡ് ഫ്ലെക്നോ ആയിട്ട് ആരെയാണ് കാണുന്നത്, തോമസ് ഷാഡ്വെലിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഹാവിംഗ് ബീൻ an even less accomplished poet than Shadwell, he is the dullest son of Flecknoe who never deviates into sense. അപ്പോ ഈ റിച്ചാർഡ് ഫ്ലെക്നോയുടെ ഏറ്റവും ഡള്ളസ്റ്റ് ആയിട്ടുള്ള സൺ ആണ് നമ്മുടെ ആര്, തോമസ് ഷാഡ്വെൽ. ആൻഡ് ഹി നെവർ ഡീവിയേറ്റ്സ് ഇൻ ടു സെൻസ്, ഒരു കാലത്തും നന്നാവില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഏറ്റവും വിഡ് ആയിട്ടുള്ള മകൻ എന്ന രീതിയിലാണ് ഏത് നമ്മുടെ മാക് ഫ്ലെക്നോയിൽ തോമസ് ഷാഡ്വെലിനെ കാണിക്കുന്നത്. Flecknoe chooses Shadwell as his heir to the throne of dullness and expressed the hope that his son advances in new impudence and new ignorance. അപ്പോ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ മാക് ഫ്ലെക്നോയ്ക്കകത്ത് എന്ത് ചെയ്യാണ്, റിച്ചാർഡ് ഫ്ലെക്നോ അദ്ദേഹത്തിന്റെ ഏറ്റവും ഡള്ളസ്റ്റ് സൺ ആയിട്ടുള്ള തോമസ് ഷാഡ്വെലിനെ വിഡ്ഢിത്തത്തിന്റെ പുതിയ രാജകുമാരനായിട്ട് അല്ലെങ്കിൽ വിഡ്ഢിത്തത്തിന്റെ സിംഹാസനത്തിന്റെ അടുത്ത അവകാശിയായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള തോമസ് ഷാഡ്വെൽ വിഡ്ഢിത്തത്തിന്റെയും മണ്ടത്തരത്തിന്റെയും ഒക്കെ പുതിയ ഉയരങ്ങളിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഏത് എഴുതിയിരിക്കുന്നത്, നമ്മുടെ മാക് ഫ്ലെക്നോ എന്ന വർക്ക് എഴുതിയിരിക്കുന്നത്. ഷാഡ്വെൽസ് ഇനോർമസ് സ്റ്റുപ്പിഡിറ്റി ഈസ് ഹൈലൈറ്റഡ് ത്രൂ ഔട്ട് ദ പോയം. ഹിസ് corpulence, his mountain belly and his addiction to opium are also referred. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഓപ്പിയം അഡിക്ഷനും അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജോൺ ഡ്രൈഡൻ ഈ വർക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഷാഡ്വെലിനെ കളിയാക്കുന്നുണ്ട്. The poem ends by drawing a parallel to the biblical story of the mantle of Elijah falling on the shoulders of Elisha, giving him a double portion of his sire's prophetic spirit. അപ്പൊ അങ്ങനത്തെ ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയുടെ ആ ഒരു ഇതും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്ക് എൻഡ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഫോർത്ത് വർക്ക് നോക്കുകയാണെങ്കിൽ ദ ഹിന്ദ് ആൻഡ് ദ പാന്തർ, പബ്ലിഷ്ഡ് ഇൻ 1687, which is an
അലിഗോറിക് ഡിഫെൻസ് ഓൺ ദ റോമൻ കാത്തലിക് ചർച്ച്. അപ്പൊ ജോൺ ഡ്രൈഡന്റെ പോയട്രി നാലെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പോയട്രി. 4 സറ്റാരിക്കൽ പോയംസ് ആണ്. ഫസ്റ്റ് വൺ അബ്സലം ആൻഡ് അഗൈറ്റോഫൽ, പബ്ലിഷ്ഡ് ഇൻ 1691. Second one, The Medal, published in 1692. Third one, The Mac Flegno, published in 1682. And fourth one, The Hind and the Panther, published in 1687.